ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ക്ഷേമത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുത്താലോ? നല്ല ഫ്രഷ് ഐസ്ക്രീമാണ്, കുട്ടികൾക്ക് ധൈര്യമായിട്ട് തിന്നാൻ കൊടുക്കുക. ഞാനൊരു വാട്ടർ മെലൻ എടുത്തിട്ടുണ്ട്, നമ്മളെ വത്തക്ക. അത് നേരെ പകുതിയാക്കുക, നല്ലോണം കഴുകി വൃത്തിയാക്കുക, നേരെ പകുതിയാക്കുക. അതിൻ്റെ നടുവിൽ നമ്മൾ ഇതേപോലെയുള്ളൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കുഴിച്ചെടുക്കുക, റൗണ്ടിലായിട്ട് കോരിയെടുക്കുക. കോരി ആ പൾപ്പുണ്ടല്ലോ അത് മാറ്റിക്കളയുക. അത് വേണ്ട നമുക്ക്, അത് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഇതിനെ ഒരു പേപ്പർ വെച്ച് പൊതിഞ്ഞിട്ട് ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ 24 മണിക്കൂർ വെക്കണേ. പിന്നെ അതേപോലെ തന്നെ മാങ്ങ കുറച്ച് വലുപ്പമുള്ള മാങ്ങ കിട്ടണം. ആ മാങ്ങ ഇതേപോലെ തന്നെ 2 സൈഡ് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ നിന്ന് പൾപ്പെടുത്ത് മാറ്റുക. അതും ഒന്ന് ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് നല്ല ഐസ് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് പുറത്തെടുക്കാം. നല്ല ഐസ്ക്രീമാണ്. പിന്നെ പഞ്ചസാര വേണ്ട, ബീറ്റർ വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇതൊന്ന് ഫ്രീസായി കിട്ടണമെന്ന് മാത്രം. നല്ലോണം ഐസ് പിടിച്ചിട്ടുണ്ട്. ഇതിനെ പുറത്തെടുക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് വേണം, അതേപോലെ തന്നെ ഫ്രഷ് ക്രീമും വേണം. ഐസ്ക്രീമിന് നമ്മൾ എപ്പോഴും ക്രീം എടുക്കുമ്പോൾ ഫ്രഷ് ക്രീം തന്നെ എടുക്കുക. അത് കുറച്ചൊന്ന് പിന്നെ ഈ ഫ്രഷ് ക്രീമിനൊരു സ്വഭാവമുണ്ട്. അത് നമ്മൾ എത്ര ഒന്ന് കുലുക്കി ചെയ്താലും അതിന് ആ വെള്ളം ഒന്ന് പുറത്തേക്ക് ചാടും. അപ്പോൾ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ ക്രീമുണ്ടല്ലോ, ഫ്രഷ് ക്രീമുണ്ടല്ലോ, അത് കുറച്ച് മിൽക്ക് മെയ്ഡ് പാകത്തിനുള്ള മധുരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ഈ സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മളാ വത്തക്ക ഉണ്ടല്ലോ, വത്തക്ക അടക്കം ഒന്ന് ചെറുതായിട്ടൊന്ന് പിന്നെ ഇതിലേക്ക് ക്രീമിലേക്ക് ആഡ് ചെയ്യുന്ന രീതിയിൽ നല്ലോണം ഒന്ന് കളറ് ചേഞ്ച് ആയില്ലേ, അതുപോലെ മാന്തി എടുക്കുക, ചുരണ്ടി എടുക്കുക നല്ലതുപോലെ. ഞാൻ ഗ്ലൗസ് ഇട്ടെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്, കൈകൊണ്ട് പിടിക്കാൻ പറ്റില്ല. പിന്നെ ഐസ്ക്രീം അങ്ങനെ തണുപ്പൊന്നുമില്ലേ എന്ന് വെച്ചാൽ ക്രീം നമ്മൾ അന്നേരം ചെയ്ത് കൊടുത്തതല്ലേ. പിന്നെ ഇതുപോലെ കോരിയെടുക്കുക, മക്കൾക്ക് കൊടുക്കുക. എന്നിപ്പോൾ വീണ്ടും ആക്കണമെങ്കിൽ വീണ്ടും അതേപോലെ ഫ്രീസ് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അടിപൊളി ഐസ്ക്രീമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ച് നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ മാങ്ങയും ചെയ്തെടുക്കുക. സൂപ്പർ കിടിൽ, നല്ല രസമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് പിന്നെ വാട്ടർമെലൻ വത്തക്ക ഐസ്ക്രീം കഴിക്കുന്നത്. ഇത് നല്ല ഐസ് പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊന്നിങ്ങനെ മാന്തി ചെയ്താലേ അതിങ്ങ് പോരുമൊന്നുമില്ല. കുറേ ചെയ്യണം, കുറേ പ്രാവശ്യം ചുരണ്ടി കഴിഞ്ഞാൽ നമ്മൾ ആ കളറൊന്ന് ചേഞ്ച് ആവുള്ളൂ. ഇതൊന്ന് തിക്കായിട്ട് വരുള്ളൂ. നല്ലോണം തിക്കാവുന്ന ഒരു സമയം, അതുതന്നെയാണ് ഐസ്ക്രീമിൻ്റെ സൂപ്പറല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ഐസ്ക്രീം, സൂപ്പർ ഐസ്ക്രീം. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ചെയ്തു നോക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. ബൈ, താങ്ക് യു.